അല്ലേ? ഖബറെന്ന് കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാവിട്ടു നീ കരയേണ്ടതാ. മേടയ്ക്കു പകരം മാളമാ സുബ്ഹാന, റബ്ബി അതിൽ കിടക്കേണ്ടതാണ് അസ്മാന. പഴയ കാലത്തുള്ള വാളുകളിലൊന്നും ഇത് പാടാതെ അവർ പോയിരുന്നില്ല മുഅ്മിനീങ്ങളെ. ഖബറിൽ പോയി ഒരല്പ നിമിഷം കഴിഞ്ഞാൽ വായു സഞ്ചാരമില്ലാത്ത ഖബറിന്റെ അന്തരീക്ഷത്തിൽ ശരീരം ഇങ്ങനെ വീർക്കാൻ തുടങ്ങും. അവിടെയുള്ള പ്രത്യേകങ്ങളായ വാതകങ്ങൾ ശരീരത്തിൽ പ്രവർത്തിച്ച് ശരീരം ഇങ്ങനെ വീർക്കാൻ തുടങ്ങും. മൂക്കിലൂടെയും മറ്റു ദ്വാരങ്ങളിലൂടെയും രക്തമൊഴുകാൻ തുടങ്ങും. അതിങ്ങനെ വർദ്ധിച്ച് 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 ശരീരം പഴുക്കാൻ തുടങ്ങും. ശരീരത്തിലുള്ള ബാക്ടീരിയകൾ പുഴുക്കളായി മാറുന്നു. 3 ദിവസം കഴിഞ്ഞാൽ ശരീരത്തിലെ ഏറ്റവും നിർമ്മലമായ ഭാഗങ്ങളിലൊന്നായ കണ്ണുകൾ അടർന്നു വീഴും. കണ്ണില്ലാത്ത ശരീരമായി മാറും. അതുപോലെ തലയോട്ടിയും കോശങ്ങളും അപ്രകാരം മാംസങ്ങളും എല്ലുകളുമായി വേർപ്പെടാൻ തുടങ്ങും. അല്ലാ, ആ സമയത്ത് ഖബറെങ്ങാനും തുറക്കപ്പെട്ടാൽ എത്ര വലിയ സുഗന്ധപൂരിതനായി നടന്നവനാണെങ്കിലും അവന്റെ ദുർഗന്ധം സഹിക്കാൻ മനുഷ്യരെ കൊണ്ട് കഴിയില്ല. അത്രമേൽ ദുർഗന്ധം എന്റെ പ്രിയപ്പെട്ടവരെ നമുക്കോരോരുത്തർക്കും ഉണ്ടാകും. അസ്ഥിപഞ്ജരങ്ങളായി നമ്മൾ ഖബറിന്റെ ഉള്ളിൽ മാറുന്നതാണ്. വല്ലാത്ത ഒരു ഭീകരമായ രംഗമാണ് അല്ലേ? പരം വിധിച്ചുമ്മാ വിട്ട് ചൊങ്കിൽ നടക്കുന്ന ശുജാഅത്ത് നമുക്കുണ്ട് നാട്ടിലെ. കഥയെന്തെന്നറിവുണ്ടോ നാളെ കിടക്കുന്ന ഖബറെന്ന ഭയങ്കര വീട്ടിലെ. ഖബറെന്ന ഭയങ്കര വീട്ടിലെ. വീട്ടിലെ മെത്ത പിരിഞ്ഞ നമുക്ക്, വല്ലാത്ത വരികളാണത്. വീട്ടിലെ മെത്ത പിരിഞ്ഞ നമുക്ക് കാട്ടിലാറടി മണ്ണാണ്. ചേലിൽ ചെന്ന് കിടക്കണ നമ്മുടെ മേലെ വരുന്നത് കല്ലാണ്. ഇലയും നൽ തണ്ണീരാതും ചേർത്ത് മണ്ണതിനാലെ അടവാകും വീടവിനെ ബാറിലേ. കനവേറും വീതം കല്ലും മണ്ണും അതിന്മീതെ മറമാടും ഖബർ ബഹുജോറിലേ. മറമാടും ഖബർ ബഹുജോറിലേ. ഓർത്തു നോക്കൂ നിങ്ങൾ.